കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ SDPI ഓഫീസുകളിൽ ഇന്നലെ ED റെയ്ഡ് നടത്തി. വളരെ കരുതക്കൂട്ടിയുള്ള ഒരു റെയ്ഡ് ആണെന്ന് തന്നെ പറയാം. SDPIയെ തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിന്റെ ഭാഗമായാണ് ED റെയ്ഡ് നടത്തിയതെന്ന് വ്യക്തം. അതിലേറ്റവും ശ്രദ്ധേയമായത് മഹാരാഷ്ട്രയിൽ നടന്ന റെയ്ഡാണ്. മഹാരാഷ്ട്രയിലെ SDPI ഓഫീസിൽ റെയ്ഡിന് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർക്ക് SDPI പ്രവർത്തകർ നൽകിയത് പൂക്കളും പ്രതിഷേധ മുദ്രാവാക്യങ്ങളും. പൂക്കൾ നൽകിയതോടെ റെയ്ഡിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നവർ പറഞ്ഞു. മുദ്രാവാക്യത്തിലൂടെ തങ്ങളുടെ പ്രതിഷേധവും അവർ വ്യക്തമാക്കി. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് SDPI എന്ന ആരോപണം പണ്ടേയുണ്ട്. RSSും BJPയും പോലെയാണ് പോപ്പുലർ ഫ്രണ്ടും SDPI. RSS സംഘടനാ കാര്യങ്ങൾ, BJP രാഷ്ട്രീയ പാർട്ടി. അതുപോലെ പോപ്പുലർ ഫ്രണ്ട് സംഘടനാ കാര്യങ്ങൾ, SDPI രാഷ്ട്രീയ പാർട്ടി. ഇരുവരും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ് എന്നാണ് ആരോപണം. പ്രത്യേകിച്ചും ഈ ആരോപണം ഉന്നയിക്കുന്നത് മറ്റാരുമല്ല, പ്രധാനമായും BJP തന്നെയാണ്. BJPയും RSSും ഒക്കെ തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കഴിഞ്ഞു. ആ നിരോധനം SDPIയെ തകർക്കുമെന്ന് കേന്ദ്ര സർക്കാർ വിചാരിച്ചെങ്കിലും SDPI അനുദിനം വളരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏറ്റവും ശ്രദ്ധേയം കേരളത്തിൽ SDPIയുടെ വളർച്ചയാണ്. കേരളത്തിൽ പല നിയമസഭാ മണ്ഡലങ്ങളിലും പല കോർപ്പറേഷൻ വാർഡുകളിലും ജയപരാജയങ്ങളെ നിർണ്ണയിക്കാനുള്ള ശക്തിയായി SDPI വളർന്നു കഴിഞ്ഞു. അവരുടെ സഹായത്തോടുകൂടി UDFും LDFും പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഭരിക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ ശക്തി അവർ കാട്ടിക്കൊടുക്കുകയും ചെയ്തു. തിരുവനന്തപുരം നേമത്ത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ജയിച്ചു കയറിയത് SDPIയുടെ വോട്ട് കൊണ്ടാണെന്നുള്ളത് വ്യക്തം. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രന് ലഭിച്ച ഭൂരിപക്ഷം അത് SDPIയുടെ സംഭാവനയാണ്. മറ്റൊന്ന്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ച വലിയ ഭൂരിപക്ഷം അത് SDPI ആ വോട്ടുകൾ കോൺഗ്രസിന് മറിച്ചതുകൊണ്ടാണ്. അതൊക്കെ വ്യക്തമായ കാര്യം തന്നെയാണ്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും SDPI കരുത്താർജിച്ച് വരുന്നു. അതുകൊണ്ട് തന്നെ SDPIയെ നിരോധിക്കാനുള്ള ശ്രമം കേന്ദ്ര നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൽ മാത്രമല്ല, മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിലെ മുസ്ലിം ബെൽറ്റുകളിൽ SDPI സജീവ സാന്നിധ്യമാണ്. ഇപ്പോൾ ED റെയ്ഡ് നടത്തിയപ്പോൾ പല വാർത്തകളും SDPIയെ ചുറ്റിപ്പറ്റി ഉണ്ടാകും. പ്രത്യേകിച്ചും സംഘി ചാനലുകളും സംഘി ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ SDPIക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നും SDPI നിരോധിക്കണമെന്നും ഒക്കെയുള്ള ആവശ്യങ്ങളുമായി സംഘികൾ തിമിർത്ത് ആടുന്നു. പക്ഷേ അങ്ങനെ പെട്ടെന്ന് നിരോധിക്കാനൊന്നും പറ്റില്ല. SDPI ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ താണ്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് SDPI നേതാക്കൾ ഈ റെയ്ഡിനെ പരിഹാസപൂർവ്വവും ഈ റെയ്ഡിനെ സമ്മർദ്ദമില്ലാതെയും കാണുന്നത്. എന്തായാലും SDPIയെ നിരോധിക്കാൻ കേന്ദ്രം നീക്കം തുടങ്ങിക്കഴിഞ്ഞു. പ്രതിരോധിക്കാൻ SDPI നേതാക്കൾ